അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പറയാനുള്ള കാര്യങ്ങൾ. അടുത്തത് പറയുന്നത് ബാപ്റ്റിസത്തെക്കുറിച്ചാണ്. പെട്ടെന്ന് പറയണം. ഓർത്തഡോക്സ് സഭയിൽ, മലങ്കര ഓർത്തഡോക്സ് സഭയിൽ ആർക്കൊക്കെയാണ് ബാപ്റ്റിസം കൊടുക്കുന്നത്? കുഞ്ഞുങ്ങൾക്കെന്ന് ആരാണ്ട് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടോ, ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണയാണ് ഓർത്തഡോക്സ് സഭ, മലങ്കര ഓർത്തഡോക്സ് സഭ അല്ലെ ഓർത്തഡോക്സ് സഭയിൽ കുഞ്ഞുങ്ങൾക്കാണ് ബാപ്റ്റിസം കൊടുക്കുന്നത്. അല്ല, പ്രായമുള്ളവർ വന്നാൽ പ്രായമുള്ളവർക്ക് ബാപ്റ്റിസം കൊടുക്കും. കുഞ്ഞുങ്ങൾ വന്നാൽ രണ്ടിനും ഉപയോഗിക്കുന്ന ഒറ്റ ലിറ്റർജി. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അല്ലാതെ പ്രായമുള്ളവർക്ക് വേറെ ലിറ്റർജി, കുഞ്ഞുങ്ങൾക്ക് വേറെ ലിറ്റർജി, കുഞ്ഞുങ്ങൾക്ക് മാത്രമേ കൊടുക്കത്തുള്ളൂ എന്നൊന്നുമില്ല. സഭയിലെ മെമ്പേഴ്സിൻ്റെ മക്കളായിട്ട് വരുന്നവർ, അതല്ലെങ്കിൽ വേറെ ഒരു കുടുംബമായിട്ട് വരുന്നവർ, ഇവരെ എല്ലാം നമ്മൾ ബാപ്റ്റിസം ചെയ്യും. അത് പ്രായമുള്ളവരാണെങ്കിൽ പ്രായമുള്ളവർക്ക് ബാപ്റ്റിസം കൊടുക്കും. അതുകൊണ്ട് ആ തെറ്റിദ്ധാരണ ആദ്യം ഒന്നാമതായിട്ട് മാറ്റുക. എന്തിനാണ് ബാപ്റ്റിസം? ദ പർപ്പസ് ഓഫ് ബാപ്റ്റിസം. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് പറയാം, അല്ലെങ്കിൽ ഇതെല്ലാം വായിപ്പിച്ച് വരേണ്ടതാണ്. എനിക്ക് പെട്ടെന്ന് തീം പ്രസന്റ് ചെയ്ത് അവസാനിപ്പിക്കാനായിട്ട്. പർപ്പസ് ഓഫ് ബാപ്റ്റിസം, ഗലേഷ്യൻസ് ചാപ്റ്റർ 3:27. പല ബൈബിൾ വേഴ്സസ് വായിക്കേണ്ടതായിരുന്നു, പക്ഷെ ഞാൻ ഒരെണ്ണം പ്രധാനമായിട്ടുള്ളത് മാത്രം ഇപ്പോൾ വായിപ്പിക്കുകയാണ്. ഗലേഷ്യൻസ് ചാപ്റ്റർ 3:27. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും. ഇംഗ്ലീഷിൽ അത് എഴുതിയിരിക്കുന്നത് ഫോർ ആസ് മെനി ഓഫ് യു ആസ് ഹാവ് ബീൻ ബാപ്റ്റൈസ്ഡ് ഇൻ ടു ക്രൈസ്റ്റ് ഹൗ പുട്ട് ഓൺ ക്രൈസ്റ്റ്. അപ്പോൾ സ്നാനത്തിൻ്റെ പർപ്പസ് എന്താണ്? To become the members of the body of Jesus Christ, and it is a mystical union. It is possible only through the Holy Spirit. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നടക്കുന്ന ഈ സംയോജനം, the union to become the members of the body of Jesus Christ, അതാണ് ബാപ്റ്റിസത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. അങ്ങനെ ബാപ്റ്റൈസ് ചെയ്ത് യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തോട് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഗോൾ എന്നാ? വേർ വി ആർ ഹെഡിങ് ടുവേർഡ്സ്. അത് എഫേഷ്യൻസ് ചാപ്റ്റർ 4:15-16. എഫേഷ്യൻസ് ചാപ്റ്റർ 4:15-16. ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ. സോ വി ആർ ഇൻ ദ പ്രോസസ് ഓഫ് ഗ്രോയിങ്. എങ്ങോട്ടാ? ക്രിസ്തുവിൻ്റെ തലയോളം. ആ വളർച്ചയുടെ പേരാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏതാണ്? തെയോസിസ്. കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? കേട്ടിട്ടുണ്ടെന്ന് ഞാൻ അസ്യൂം ചെയ്യുകയാണ്. സോ the goal, the purpose is theosis, which means deification, to become like God, to become like Christ. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഗോൾ. അപ്പോൾ അതുകൊണ്ട് ബാപ്റ്റിസം എന്ന് പറയുന്നതിൻ്റെ പർപ്പസ് ആൻഡ് ഗോളാണ് ഞാനിപ്പോൾ ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞത്. സമയം കുറവുള്ളത് കൊണ്ട് ആ ഭാഗം ഞാൻ അങ്ങനെ അവിടെ അവസാനിപ്പിക്കുകയാണ്. പക്ഷെ ഒരു പ്രധാന ക്വസ്റ്റ്യൻ ഇപ്പം നമ്മുടെ ആളുകൾ തന്നെ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തിനാണ് ഈ ചൈൽഡിനെ ബാപ്റ്റൈസ് ചെയ്യുന്നത്? ചൈൽഡ് ഡസൻറ്റ് നോ എനിത്തിങ്, അതൊക്കെ അറിഞ്ഞിട്ട് പോരെ എന്നൊക്കെ ചോദിക്കും. എനിക്കതിനുള്ള ആൻസർ എന്താണ്? ഇറ്റ് ഈസ് എ റാഷണൽ ക്വസ്റ്റ്യൻ. ഒരു ബുദ്ധിപരമായ ഒരു ചോദ്യമാണ്. അത് ബിബ്ലിക്കൽ ക്വസ്റ്റ്യൻ ആണോ? അത് ബിബ്ലിക്കലാണെന്ന് പറഞ്ഞാൽ പോലും അതിന് പറയുന്നത് എന്താണ്? ഈ കുഞ്ഞിന് ഇതൊന്നും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാനും കഴിയത്തില്ല. അതുകൊണ്ട് അപ്പോൾ അതിന് ഞാൻ ഒരു റാഷണൽ ഉത്തരം, ഒരു ക്വസ്റ്റ്യനായിട്ട് തരാൻ പോവുക. എന്താണെന്നറിയാമോ? നമുക്കെല്ലാവർക്കും വി ഓൾ ഹാവ് ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ് ഇല്ലേ? കുഞ്ഞിൻ്റെ ഫിസിക്കൽ നീഡ്സ് കുഞ്ഞിൻ്റെ അറിവോടാണോ നിങ്ങൾ ചെയ്യുന്നത്? കുഞ്ഞിന് ഏത് ഫുഡ് കൊടുക്കണമെന്ന് കൊച്ചിനോട് ചോദിച്ചിട്ടാണ്? കുളിപ്പിച്ചോട്ടെ എന്ന് ചോദിച്ചിട്ടാണ്? ക്യാൻ ഐ ബാപ്റ്റൈസ് യു, ക്യാൻ ഐ ബേത്ത് യു? പിന്നെ കുഞ്ഞിനോട് ചോദിക്കുമോ ഏത് സ്കൂളിലാണ് മോനെ പോകണ്ടി? സോ ദ ഫിസിക്കൽ, intellectual, all those things can be done by the parents or the family members without their knowledge and permission. The spiritual thing also can be done by the parents or the family members without their knowledge and their permission. That is the answer. കിട്ടിയോ? എല്ലാം ഇവിടെ കിട്ടിയോ? ഈ സ്പിരിച്വൽ കാര്യം വരുമ്പോൾ മാത്രം കൊച്ചിൻ്റെ അറിവോടും അനുഭവത്തോടും ഒക്കെ ചെയ്യാവൂ. ബാക്കിയെല്ലാം ഞങ്ങൾ തന്നെ ചെയ്തോളാം. അപ്പോൾ അതുകൊണ്ട് എനിക്കതിന് നൽകാനായിട്ടുള്ള ആൻസർ ഇതാണ്. ലെറ്റ് ദ ചൈൽഡ് അത് വളർന്നു കഴിയുന്നുണ്ടെങ്കിൽ ഡിസൈഡ് ചെയ്തോട്ടെ വെദർ ടു കണ്ടിന്യൂ ഓർ നോട്ട്.
But until then, it is our responsibility to give these things. അതിന് അവരുടെ അറിവും പെർമിഷൻ്റെ ഒന്നും ആവശ്യമില്ല. തന്നെയല്ല, യേശു ക്രിസ്തു കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞിന് അനുഗ്രഹം കിട്ടിയിട്ടുണ്ടോ? Saint Matthew chapter 19 verse 14, Saint Luke chapter 18 verse 16. ഒരാൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് വായിക്കുന്നില്ല. സെയിന്റ് മാത്യു ചാപ്റ്റർ 19 verse 14, രണ്ടും ഒന്ന് തന്നെയാണ്. സെയിന്റ് ലൂക്ക് ചാപ്റ്റർ 18 verse 16. അല്ല എടുത്തോ, മലയാളം വായിച്ചോട്ടെ. യേശു അവരെ അരികെ വിളിച്ചു, പൈതങ്ങളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടയരുത്, ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതാകുന്നു. യേശു ക്രിസ്തു ചെയ്ത ഇംഗ്ലീഷിൽ വായിച്ചോ. Such is the kingdom of heaven. ഒന്നുകൂടെ വായിച്ച, മൈക്ക് കേട്ടില്ലായിരുന്നു. ഒന്നുകൂടെ പ്ലീസ് റിപ്പീറ്റ്. But Jesus said, suffer little children and forbid them not to come unto me, for of such is the kingdom of heaven. അപ്പൊ യേശു ക്രിസ്തു വിളിച്ച കുട്ടിക്ക് എന്തുണ്ട്? യേശു ക്രിസ്തു വിളിച്ച് അനുഗ്രഹിച്ച കുട്ടിക്ക് എന്ത് കിട്ടും? കിട്ടോ? അവന് നമ്മൾ യേശു ക്രിസ്തുവിന്റെ കയ്യിലോട്ട് കൊടുക്കുന്ന കുട്ടിക്കും കിട്ടത്തില്ലേ? അതോ പ്രായമായിട്ടേ കൊടുക്കാവുന്നു? അതിന് പറയുന്ന റീസൺ എന്താ? അതിന് പറയുന്ന റീസൺ, യേശു ക്രിസ്തു എത്രാമത്തെ വയസ്സിലാണ് ബാപ്റ്റിസം ചെയ്ത്? 30-ാമത്തെ വയസ്സിൽ. അപ്പോഴത്തേക്കെല്ലാം അറിയാമെന്നാണ്, എല്ലാം അറിഞ്ഞുകൊണ്ട് ഒക്കെ ചെയ്യാവുന്നത്. പക്ഷേ നമ്മൾ പറയുന്നു, സഭയ്ക്ക് വേദപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, സഭ വിശ്വസിച്ച ഒരു കാര്യമുണ്ട്, ഈവൻ ദ babe in mother's womb can experience the presence of God. When two mothers met, Elizabeth and Mary. Elizabeth was 6 months pregnant and Mary was the early days of pregnancy. When these two mothers met each other, one of the babes, Saint John, 6 months old, leaped, jumped into the mother's womb. അപ്പൊ ഈ കുഞ്ഞിന് വല്ലതും കിട്ടുമോ? അറിയാവോ? The science took almost 20 centuries to prove this. ഇപ്പം എല്ലാവരും പറയുന്നുണ്ട്, അമ്മ പാട്ട് കേട്ട കുഞ്ഞ് ജനിക്കും. അല്ലേ? ഇവിടെ ഇല്ലേ മെഡിക്കൽ ഫീൽഡിലുള്ളവരൊക്കെ സംഭവിക്കത്തില്ലേ? ഭയങ്കര തൊഴിയ തിരുവേനി എന്നൊക്കെ പറയുന്നത്. വയറ്റ് കിടന്നുകൊണ്ട് ഭയങ്കര തൊഴിയൊക്കെ തൊഴിക്കും എന്ന് പറയുന്നത്. സഭയ്ക്ക് ഇതൊരു സംശയമേ അല്ലായിരുന്നു. കാരണം 1-ാം നൂറ്റാണ്ടിൽ ഇത് പ്രൂവ് ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഈ a child in the mother's womb can experience this. ഇപ്പോഴും നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുക, ഇതുവല്ലം കൊച്ചിന് അറിയാമോ? ഇതുവല്ലം കൊച്ചിന് കിട്ടുമോ? അല്ലേ? Saint Luke chapter 1 verse 39 to 41. And it came to pass that when Elizabeth heard the salutation of Mary, the babe leaped into her womb, and Elizabeth was filled with the Holy Spirit. അപ്പൊ അങ്ങനെ മദേഴ്സിന്റെ വൂമ്പിലുള്ള കുഞ്ഞിന് പോലും can receive the grace, the presence of God. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ കുട്ടികൾക്കെല്ലാം കിട്ടും. അതാണ് സഭയുടെ വിശ്വാസം. അതുകൊണ്ട് എന്തുകൊണ്ടാണ് ചൈൽഡിനെ ബാപ്റ്റൈസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതിന് ഞാൻ പറയും, as early as possible that child should become the part of the body of Jesus Christ. അതിന് വെയിറ്റ് ചെയ്യേണ്ട ഒരു കാര്യം. അപ്പൊ ഇനിയും അങ്ങനെയാണെങ്കിൽ ഈ എടുത്ത പ്ലഡ്ജൊക്കെ ഇനി എങ്ങനെയാ ഇനിയൊന്ന്, അതിനാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. നമ്മൾ പറയും there are exactly അത് 2 ബാപ്റ്റിസം എന്ന് പറയത്തില്ല, പക്ഷേ സഭ പറയും ബാപ്റ്റിസം ഓഫ് വാട്ടർ ആൻഡ് ബാപ്റ്റിസം ഓഫ് ടീയേഴ്സ്. ബാപ്റ്റിസം ഓഫ് വാട്ടേഴ്സിലാണ് ഈ പ്രോസസ്സ് നടന്ന് ടു ബിക്കം പാർട്ട് ഓഫ് ദ ബോഡി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതിനകത്തു നിന്ന് മാറിപ്പോകുമ്പോൾ തിരിച്ചു വരാനുള്ള ബാപ്റ്റിസമാണ് ബാപ്റ്റിസം ഓഫ് ടീയേഴ്സ്, വിച്ച് ഈസ് ദ ഹോളി കൺഫെഷൻ. അതാണ് പരിശുദ്ധ സഭയെ സംബന്ധിച്ചിടത്തോളം റീഡെഡിക്കേഷനും അതുപോലെ തന്നെ നമ്മുടെ എടുത്തിരിക്കുന്ന പ്ലഡ്ജിന്റെ കമ്മിറ്റ്മെന്റ് ഒക്കെ റിന്യൂ ചെയ്യാനും ഒക്കെയുള്ള അവസരമാണ് ഹോളി കൺഫെഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ബാപ്റ്റിസത്തെ കുറിച്ചുള്ള പ്രധാനമായ ഡൗട്ടും ആർഗ്യുമെന്റും. അതുകൊണ്ട് അത് ഒന്ന് ക്ലിയർ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ വിചാരം. 3 സാക്രമെന്റ്സ് ആണ് കുഞ്ഞിന് ബാപ്റ്റിസത്തിലൂടെ ലഭിക്കുന്നത്. ദ ചൈൽഡ് റിസീവ്സ് 3 സാക്രമെന്റ്സ്. ഒന്നാമത്തേത്
ബാപ്റ്റിസം ബൈ വാട്ടർ. രണ്ടാമത്തേത് ബാപ്റ്റിസം ബൈ ദ ഹോളി സ്പിരിറ്റ് വിച്ച് റെപ്രസെന്റ് ദ ഹോളി മോറോൻ. മൂന്നാമത്തേത് ദ ഹോളി കുർബാന. ഈ 3 കാര്യങ്ങളാണ് കിട്ടുന്നത്. എന്തുകൊണ്ടാണ് ബാപ്റ്റിസം ബൈ വാട്ടർ ആൻഡ് സ്പിരിറ്റ് വേണമെന്ന് പറഞ്ഞാൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഒരുവൻ വെള്ളത്തിൽ നിന്നും ആത്മാവിൽ നിന്നും ജനിക്കുന്നില്ലെങ്കിൽ അവന് സ്വർഗരാജ്യത്ത് പ്രവേശിക്കാൻ കഴിയില്ല. അൺലെസ് യു ബോൺ ബൈ വാട്ടർ ആൻഡ് സ്പിരിറ്റ് യു കൻ നോട്ട് എൻ്റർ ഇൻ ടു ദ കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറയുന്നുണ്ട്. സോ അക്കോർഡിംഗ് ടു ദ ചർച്ച്, the baptism of water, baptism by water and baptism by the holy moron. Holy moron is the indwelling of the Holy Spirit. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എൻ്റെ വിചാരം. Only 2 കാര്യം, 2 occasions the child uses the holy moron. ഏതൊക്കെയാണെന്ന് അറിയാമോ? ഒന്നാമത്തേത് ബാപ്റ്റിസം, രണ്ടാമത്തേത് പള്ളിക്കൂദാശ, the consecration of the church. ഈ 2 സമയത്ത് മാത്രമേ ചർച്ച് മൂറോൻ ഉപയോഗിക്കത്തുള്ളൂ. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ആ മൂറോൻ അഭിഷേകം ചെയ്ത് കഴിയുന്നുണ്ട് ഇറ്റ് ബിക്കംസ് ദ ഡ്വെല്ലിംഗ് പ്ലേസ് ഓഫ് ടെമ്പിൾ ഓഫ് ഗോഡ്. അതുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ബാപ്റ്റിസത്തിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. ബാപ്റ്റിസത്തിൽ നമ്മൾ കുഞ്ഞിനെ ബാപ്റ്റിസ്മൽ പോണ്ടിൽ ഇമേഴ്സ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ബാപ്റ്റിസം പോണ്ടില് ചൂടുവെള്ളം, തണുത്ത വെള്ളം, മൂറോൻ. ആദ്യം ചൂടുവെള്ളവും തണുത്ത വെള്ളവും കൂടെ ഒഴിച്ച് പ്രാർത്ഥനയുണ്ട്. എന്താ അതിന്റെ കാരണം എന്നറിയാമോ? റിവർ ജോർഡനാണ്. റിവർ ജോർഡനിലെ സ്ട്രീം എന്ന് പറയുന്നത്, അരുവി എന്ന് പറയുന്നത്, ഈ പറയുന്ന ചൂട് അരുവിയിൽ നിന്നും തണുത്ത അരുവിയിൽ നിന്നും മിക്സ് ചെയ്ത് ഒഴുകി എന്നുള്ളതാണ്. അതിനകത്തേക്ക് പരിശുദ്ധ മൂറോൻ ഞങ്ങൾ ഇതിൽ ഒഴിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒഴിച്ചു കഴിയുമ്പോൾ പരിശുദ്ധ റൂഹ യോർദാനിൽ കർത്താവിന്റെ മേൽ ഇറങ്ങിയതുപോലെ ഈ ബാപ്റ്റിസ്മൽ പോണ്ട് യോർദാനായിട്ട് മാറും. നമ്മൾ അതിനകത്ത് ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന യോർദാന്റെ നദിക്കരയിലാണെന്ന് തന്നെ നമ്മുടെ ലിറ്റർജിയിൽ എഴുതിയിട്ടുണ്ട്. വി ആർ സ്റ്റാൻഡിങ് ഓൺ ദ ബാങ്ക് ഓഫ് റിവർ ജോർഡൻ. അതെങ്ങനെയാണ് ബാപ്റ്റിസ്മൽ പോണ്ട് റിവർ ജോർഡാൻ ആയതെന്നാണ് ഞാൻ പറയുന്നത്. സോ പോറിംഗ് ദ ഹോളി മൂറോൻ ഇൻ ടു ദ ബാപ്റ്റിസ്മൽ പോണ്ട്, അത് യോർദാനായിട്ട് മാറും. അതിനകത്ത് നമ്മളെ ബാപ്റ്റിസം ചെയ്യുന്നു. ആ ബാപ്റ്റിസം കഴിഞ്ഞിട്ട് അതൊക്കെ ഒത്തിരി ഇന്റർപ്രറ്റ് ചെയ്യേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട് അതിനകത്ത്. ആ ബാപ്റ്റിസം കഴിഞ്ഞിട്ട് ഈ കുഞ്ഞിനെ ആരുടെയിലോട്ട് കൊടുത്തു? തലത്തൊട്ട ഗോഡ് ഫാദറിന്റെ ഗോഡ് മദറിനെ. ഹൂ ഈസ് ദാറ്റ് പേഴ്സൺ? ചർച്ച്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അന്നേരം പാടുന്ന പാട്ടും പ്രാർത്ഥനയും വളരെ പ്രധാനപ്പെട്ടത്. ഇത് ഞാൻ എല്ലാ ബാപ്റ്റിസത്തിലും ഇന്റർപ്രറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. മാമോദീസ നീരിൽ നിന്നും കരയേറി വരുന്ന ഈ കുഞ്ഞാടിനെ നീ ഏൽക്കുക പാവനയാം സഭയെ. ഓ ചർച്ച്, റിസീവ് ദിസ് ചൈൽഡ് who have been baptized in the baptismal pond എന്ന് പറഞ്ഞ് അങ്ങോട്ട് കൊടുത്തു. ആര് വാങ്ങിച്ചു? തലത്തൊടുന്ന ആൾ വാങ്ങിച്ചു, ഗോഡ് ഫാദർ വാങ്ങിച്ചു, ഗോഡ് മദർ വാങ്ങിച്ചു. എന്തുകൊണ്ടാണ്? സഭ ഈ ആളിനെ വിശ്വസിച്ചേൽപ്പിച്ചേക്ക്. എന്താണ്? ഹി ഓർ ഷീ വിൽ റേസ് ദാറ്റ് ചൈൽഡ് അക്കോർഡിംഗ് ടു ദ ഫെയ്ത്ത് ഓഫ് ദി ചർച്ച് എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ എടുത്ത് ചോദിക്കാറുണ്ട്, വളർത്തിക്കൊള്ളാമോ എന്ന്. കാരണം എന്താണെന്നറിയോ? ഇതിപ്പോൾ ഒരു പ്രിവിലേജായിട്ട് വന്നിരിക്കുകയാണ്. ഏതാണ്? എൻ്റെ പ്രിവിലേജ്, വല്യപ്പൻ്റെ പ്രിവിലേജ്, അങ്കിളിൻ്റെ പ്രിവിലേജ്, ആൻറ്റിയുടെ പ്രിവിലേജ്. ചർച്ചിന് ഇതൊന്നും ഒരു കാര്യമൊന്നുമില്ല. ചർച്ചിന് ഒറ്റ കാര്യമുള്ളൂ. ആർ യു എ സ്ട്രോങ് ബിലീവർ, ഫെയ്ത്ത്ഫുൾ, ഹു ക്യാൻ റേസ് ദിസ് ചൈൽഡ് അക്കോർഡിംഗ് ടു ദ. അതുകൊണ്ടാണ് അച്ഛൻ മസിൽ പിടിക്കും. അച്ഛനോട് പയറ്റായിപ്പം എൻ്റെ അപ്പനെ കൊണ്ട് ചൊട്ടിയിച്ചില്ല, എൻ്റെ അമ്മയെ കൊണ്ട് തുടിയിച്ചില്ല. ഏത് സഭയെന്ന് വന്നാണെന്ന് ഞാൻ പറയുന്നില്ല. ഒക്കത്തില്ല, ചെയ്യത്തില്ല സഭ. ബിക്കോസ് ചർച്ച് നീഡ് എ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ദിസ് ചൈൽഡ് ഷുഡ് ബി റേസ്ഡ് അക്കോർഡിംഗ് ടു ദ ഫെയ്ത്ത് ആൻഡ് ട്രഡീഷൻ ഓഫ് ദ ചർച്ച്. അതുകൊണ്ടാണ് ഇത് നിർബന്ധമായിട്ട് കൊടുക്കുന്നത്. പിന്നെ കൊച്ചിനെ വാങ്ങിച്ചത് വൈറ്റ് ഗാർമെന്റ്സിനാണ്. ഇത് വളരെ നിർബന്ധമാണ്. ബാപ്റ്റിസത്തിന്റെ ഡേറ്റ് കുറിക്കുമ്പോൾ മുതൽ അച്ഛനും തിരുമേനിയും പറഞ്ഞുകൊണ്ടിരിക്കുക, വെള്ളത്തുണി കൊണ്ടുവരണേ, വെള്ളത്തുണി കൊണ്ടുവരണേ എന്ന്. എന്തിനാണെന്നറിയാം? ഇറ്റ് ഈസ് എ ഗാർമെന്റ് ഓഫ് ലൈറ്റ്. ഇറ്റ് ഈസ് എ ഗാർമെന്റ്. ഇതെല്ലാം ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ടുണ്ട്. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വിടുകയാണ്. ഗാർമെന്റ് ഓഫ് ലൈറ്റാണ്. ആദാമിനും ഹവ്വായിക്കും they didn't have a cloth before the sin, but they never felt that they are naked because they had the garment of light. പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ആദ്യം അവർക്ക് തോന്നിയത് എന്താ? They felt they are naked because they lost
ദ ഗാർമെന്റ് ഓഫ് ലൈറ്റ്. ഇത് വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. ദ പ്രോഡിഗൽ സണ്ണിൻ്റെ അകത്ത് വെൻ ഹീ കംസ് ബാക്ക് ദ ഫാദർ ഗിവ്സ് ഒരു അങ്കിയൂടെ കൊടുക്കുന്നുണ്ട്, ബിക്കോസ് ഹി ലോസ് ദ അങ്കി. അതുകൊണ്ട് പള്ളിയിൽ നിന്ന് തന്ന തുണി ഏതായിരുന്നു? പള്ളിയിൽ നിന്ന് എല്ലാവർക്കും തന്ന തുണി ഏതാ? മിണ്ടുന്നില്ല. വൈറ്റ്. അവസാനം പെട്ടി അടച്ച് വിടുന്നതിന് മുമ്പ് മുഖത്തോട്ട് വലിച്ചിരുന്ന തുണി ഏതാ? ശോശപ്പാന്നൊന്നും പറഞ്ഞേക്കല്ലോ എന്നോട്. വൈറ്റ്. അപ്പൊ അങ്ങനെയാണ് പള്ളിയിലെ ഡ്രസ് ഏതാ? ഉറക്കപ്പുറ പള്ളിയിലെ ഡ്രസ് കോഡ് എന്താ? ആ വൈറ്റ് കളർ ഒക്കെ പറഞ്ഞെങ്കിൽ കോൺഫറൻസോ വല്ലതൊക്കെ, അല്ലെങ്കിൽ എന്തോ ഇട്ടുണ്ട്. ഇതൊക്കെ പറയേണ്ടതാ, സൺഡേ സ്കൂളിലൊക്കെ പഠിപ്പിക്കണം. പക്ഷെ പറയുന്നത് ഇഷ്ടമല്ല ആർക്കും. ജീൻസ്, ടീഷർട്ട് അത്ര അഴുക്ക് സാധനമൊന്നുമല്ല. പക്ഷെ ഞാൻ കുട്ടികളോട് ചോദിക്കാറുണ്ട്, സ്കൂളിൽ സമ്മതിക്കുമോ? സ്കൂളിൽ സമ്മതിക്കുമോ ജീൻസും ടീഷർട്ടും? അപ്പൊ ഈ ത്രോണോസ് എന്നൊക്കെ പറയുന്നത് സ്കൂളിനെക്കാട്ടി മുകളിലാണോ താഴെ? മുകളിലാണെങ്കിൽ ഇവിടുത്തെ ഡ്രസ് കോഡ് ഇട്ടുണ്ടോ? സ്കൂളിൽ ഡ്രസ് കോഡ് ഓക്കെ, അത് നിർബന്ധമാണ്. പള്ളിയില് ഞാൻ പറഞ്ഞ ഇതൊക്കെ എന്നെ ഒത്തിരി പേര് വിമർശിക്കുന്നത്. ഞാൻ ഇതൊക്കെ പറയുന്നതുകൊണ്ട് എന്നോട് ഭയങ്കര ദേഷ്യമാണ്. ഞാൻ പലയിടത്തും പറയാറുണ്ട്, എനിക്ക് ഒരിക്കലും സഹിക്കാൻ വയ്യാത്തതും ചിരിക്കുന്നതുമായ ഒരു സംഭവമുണ്ട്. ഒരു തന്നെ മധുവായി കയറ്റാനായിട്ട് മധുവായി കയറിയതാണ്. അവൻ്റെ കുപ്പായത്തിനാണ് ഈ ഇടയ്ക്കൂടെ ഞാൻ വെച്ചത്. നല്ല ടീഷർട്ടിനാണ് കിസ് മീ. അവൻ അതിന്റെ മേളിൽ കുപ്പായം എടുത്തിട്ട് മധുവായി കയറി. ഞാൻ തലേ കൈവച്ച് പോയി. ഇങ്ങനെ ഓരോ ഓകാമ്പിച്ച് കാണിച്ചോണ്ട് വരും പള്ളിയിൽ കയറാനായിട്ട്. ഇത് വളരെ കാഷ്വൽ ആയി പോയി. ബാപ്റ്റിസത്തെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഇഫ് യു ആർ ആസ്കിംഗ് മീ ഈസ് ദർ എനി ഡ്രസ് കോഡ് ഇൻ ദ ചർച്ച്, ഓഫ് കോഴ്സ് ദ ഡ്രസ് കോഡ് ഈസ് വൈറ്റ്. ആൻഡ് ഓൾസോ യു ഗോ ആൻഡ് റീഡ് റെവലേഷൻ ചാപ്റ്റർ 7. കുഞ്ഞാടിന്റെ സിംഹാസനത്തിന് മുമ്പാകെ നിന്നവരെല്ലാം വെള്ള നിലയെങ്കിൽ ധരിച്ചുകൊണ്ടാണ് നിന്നത്. കുഞ്ഞാടിന്റെ സിംഹാസനത്തിന് മുമ്പിലാ പള്ളിയിൽ പോയി നിൽക്കുന്നത്. ഏതാ? ത്രോണോസ്. അപ്പൊ അവിടെ നിൽക്കുമ്പോ എന്താ വേണം? വൈറ്റ് ഡ്രസ്. അപ്പൊ ഒരുത്തൻ എന്നോട് ചോദിച്ചു, തിരുമേനി എന്തിനാ കറുത്ത് ചുവന്നു? വൈറ്റ് പോരാ? ഇത് സ്പെഷ്യൽ പുരോഹിതന്മാർക്കുള്ള സ്പെഷ്യൽ ഡ്രസ്സാ. അക്കോർഡിംഗ് ടു ദ ഓർത്തഡോക്സ് ചർച്ച് ദ ബ്ലാക്ക് ഈസ് ദ ഒഫീഷ്യൽ ഡ്രസ് ആൻഡ് വി ആർ ഡൈഡ് ടു ദ വേൾഡ്. ഇത് ഞങ്ങൾ ലോകത്തിന് മരിച്ചതിന് വേണ്ടി ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ബ്ലാക്ക് ഉപയോഗിക്കുന്നത്. ബാക്കിയെല്ലാം വെസ്റ്റ്മെൻസാണ്. ഇറ്റ് ഈസ് കോൾഡ് വെസ്റ്റ്മെൻസ്. കാപ്പ, മറ്റു കാര്യങ്ങളെല്ലാം അതല്ല നമ്മുടെ വിഷയം. അപ്പൊ അതുകൊണ്ട് ഈ ബാപ്റ്റിസം എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ ആത്മീക മാതാവെന്ന ദ സ്പിരിച്വൽ മദറാണ് ബാപ്റ്റിസ്മൽ പോണ്ട്. നമ്മുടെ ആത്മീക മാതാവിൽ നിന്ന് ജനിക്കുക. അതുകൊണ്ട് ഒരിക്കലും ഈ പിന്നെ മാമോദിസത്തൊട്ടിയുടെ മേളിൽ കൊണ്ടുവന്ന് കുട വെക്കുകയും പുസ്തകം വെക്കുകയൊന്നും ചെയ്തേക്കുന്നത്. അത് കണ്ടിട്ടില്ലയോ? ഏറ്റവും സേഫ് പ്ലേസ്. ഞാൻ ഒരു പ്രാവശ്യം ഒരു പള്ളിയിൽ ഇങ്ങനെ റിട്രീറ്റ് എടുത്തുകൊണ്ടിരുന്നു. ഒരു അമ്മച്ചി ഇങ്ങനെ പടിഞ്ഞാറുന്ന് ഒരു കുടയൊക്കെ മടക്കി ഇങ്ങനെ ഞാൻ ഇങ്ങനെ നോക്കി. അമ്മച്ചി ബാപ്റ്റിസ്മൽ പോണ്ടിൻ്റെ അവിടെ ചെന്നിട്ട് അതിന്റെ പലക പൊക്കിയിട്ട് കുട അതിനകത്ത് സേഫസ്റ്റ് പ്ലേസ്. ഒരിക്കലും നഷ്ടപ്പെടത്തില്ല. അമ്മച്ചി മനസ്സ് നല്ല ഫുള്ളി കോൺസെൻട്രേറ്റഡ് ആയിട്ടിരുന്ന ധ്യാനമൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് അപ്പൊ അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ബാപ്റ്റിസം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ബാപ്റ്റിസം ഒന്ന് അവസാനിപ്പിക്കുകയാണ്. ഇനി ഒരു 10 മിനിറ്റിനുള്ളിലേ ഉള്ളൂ എനിക്ക് പ്രേയിങ് ഫോർ ദ ഡിപ്പാർട്ടഡ് പറയാനായിട്ട്. പെട്ടെന്ന് പറയാം. മരണമുണ്ടോ? മരിക്കൂ? ഇല്ലെന്ന് കുറച്ചുപേരെ പറഞ്ഞുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ 2 മരണത്തെ കുറിച്ച് പഠിക്കണം. അതില് ഒന്നാമത്തേത് ആദാമിനോടും ഹവ്വായോടും യഹോവയായ ദൈവം പറഞ്ഞു, ഈ പഴം ഭക്ഷിക്കരുത്, ഭക്ഷിക്കുന്ന നാളിൽ നിങ്ങൾ മരിക്കും. പഴം ഭക്ഷിച്ചോ? മരിച്ചോ?
ഇറ്റ് വാസ് നോട്ട് ഫിസിക്കൽ ഡെത്ത്. മരിച്ചു, ഫിസിക്കൽ ഡെത്ത് അല്ല, പിന്നെ സ്പിരിച്വൽ ഡെത്ത് നടന്നു. സ്പിരിച്വൽ ഡെത്ത് എന്ന് പറയുമ്പോഴും ഇറ്റ് ഈസ് എ സെപ്പറേഷൻ, ഇറ്റ് ഈസ് എ ഡിറ്റാച്ച്മെന്റ് ഫ്രം പാരഡൈസ്. അതാണ് ഡെത്ത്. അതല്ലാതെ ആത്മാവ് മരിക്കാൻ പോകും. അത് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ പറയുന്ന മരണം എന്ന് പറയുന്ന സാധനം അതിനുള്ള ഡെഫിനേഷൻ എവിടെയെങ്കിലും ഉണ്ടോ? എക്ലീസിയാസ്റ്റസ് ചാപ്റ്റർ 12 വേഴ്സ് 7, സഭാപ്രസംഗി 12-ാം അധ്യായം 7-ാം വാക്യം. പൊടി, the dust going back to the dust where it came from, where it is taken from, and the spirit goes back to God where it came from. അപ്പൊ മരിച്ചു കഴിയുന്നുണ്ടെങ്കിൽ പൊടിയിലേക്ക് പോകും. ബിക്കോസ് വി ആർ ക്രിയേറ്റഡ് ഔട്ട് ഓഫ് ദ ഡസ്റ്റ്. അത് അതിലേക്ക് തിരിച്ചു പോകും. അതാണ് ഫ്യൂണറൽ എന്ന് പറയുന്നത്. അപ്പൊ സ്പിരിറ്റ് എവിടേക്ക് പോകും? ഗോയിങ് ബാക്ക് ടു ഗോഡ് വേർ ഇറ്റ് കെയിം ഫ്രം. അവിടെ ചെന്ന് കഴിയുന്നുണ്ടെങ്കിൽ ഇതെവിടെ? മൗനതയിലാണ്. അങ്ങനെയാണ് നമ്മളെ ഇപ്പൊ പഠിപ്പിച്ച് നമ്മുടെ ആളുകൾ തന്നെ ചോദിച്ചിരിക്കും. ഞാൻ ബാംഗ്ലൂർ ഭദ്രാസനത്തിലെ, നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ബാംഗ്ലൂർ ഭദ്രാസനം പാരീഷ് വിസിറ്റ് നടത്തും. അപ്പോൾ സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനെ പ്രത്യേകം കാണുമായിരുന്നു. ഒരു ടീച്ചർ എന്നോട് വളരെ കടുത്ത ഭാഷയിൽ പറഞ്ഞു, എന്തിനാ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? ഞാൻ വിചാരിച്ചത് എന്തിനാ പ്രാർത്ഥിക്കുന്നതെന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി. അവരെന്നോട് പറയാം അതിൻ്റെ ആവശ്യമില്ല. അച്ഛനെ അന്നേരം വിളിച്ചു, അച്ഛൻ ഇന്ന് മുതൽ ഈ ടീച്ചർ പഠിപ്പിക്കണ്ട, ഇത് പഠിച്ചിട്ടിനി പഠിപ്പിച്ചാൽ മതി. അങ്ങനെ ആരെങ്കിലും ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിലും പരിപാടി നിർത്തി പൊക്കോണം കേട്ടോ. കാരണം നിങ്ങൾ വന്നിരിക്കുന്നത് ഈ സഭയുടെ ടീച്ചിങ് പഠിപ്പിക്കാനാണ്, അല്ല നിങ്ങളുടെ ടീച്ചിങ് പഠിപ്പിക്കാനായിട്ട്. ഇച്ചിരി ഹാർഷായിപ്പോയി പറഞ്ഞത്. വേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതിന് പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നൊരു വാക്യമുണ്ട്. 115-ാം സങ്കീർത്തനം 17-ാം വാക്യം. Psalms 115:17. The dead praise not the Lord, neither any that go down into silence. മരിച്ചവരും മൗനതയിൽ ഇരിക്കുന്നവരും ആരും ദൈവത്തെ സ്തുതിക്കുന്നില്ല. ആരെങ്കിലും എടുത്ത 18-ാമത്തെ വാക്യം കൊടുത്ത് വായിച്ചേ. Read the verse 18. Psalm 115 verse 18. വായിരേ. ആരാ വായിക്കും? നാമോ ഇന്നു മുതൽ എന്നേക്കും. നാമോ ഇന്നു മുതൽ എന്നേക്കും. ഫോർ എവർ ആൻഡ് എവർ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നാ? There is no stop. There is no. അത് കുറെ കൂടെ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിന്റ് ജോൺ, ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിന്റ് ജോൺ ചാപ്റ്റർ 11. എനിക്കതിന്റെ വോളണ്ടിയേഴ്സ് വേണം. ചാപ്റ്റർ 11 23 ഓൺവേഴ്സ്. അത് ഒത്തിരി വായിക്കും. ലാസറിന്റെ ഉയർപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ്. സെയിന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 11 വേഴ്സ് 23 ഓൺവേഴ്സ്. ആരെങ്കിലും വായിച്ചു? Jesus saith unto her, Thy brother shall rise again. Martha saith unto him, I know that he shall rise again in the resurrection at the last day. Jesus said unto her, I am the resurrection and the life. He that believeth in me, though he were dead, yet shall he live. And whosoever liveth and believeth in me shall never die. Believest thou this? മലയാളം കൂടെ വായിച്ചോളൂ. യേശു അവളോട് നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. മാർത്ത അവനോട്, ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. എല്ലാ സഭക്കാരും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, കർത്താവ് രണ്ടാമത് വരുന്നുടനെ നമ്മളെല്ലാവരും പുനരുത്ഥാനത്തിന്റെ നാളിൽ അവരെല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. അല്ലാതെ ഇത് ജനറലാണ്. പക്ഷെ യേശു ക്രിസ്തു പർട്ടിക്കുലർലി ഹി സെഡ്, whoever lives and believes in me will never die. അതുകൊണ്ട് നിങ്ങൾ യേശു ക്രിസ്തു വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടോ ഇല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മരണമുണ്ടോ?
ഉണ്ടോ? അതുകൊണ്ട് നമുക്ക് മരണമില്ലെന്നാ പറഞ്ഞു. ഇനി അങ്ങനെ മരണമില്ലാത്തത് കൊണ്ടാണ് 2 Corinthians, അതോടത്തും 2 Corinthians chapter 5 17 onwards 7 അതൊന്ന് വായിച്ച്. ശരീരം വിട്ടാലും ശരീരത്തിലിരുന്നാലും ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു. അതിനെല്ലാം ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു, നിരപ്പിന്റെ ശുശ്രൂഷ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവം ലോകത്തിലെ ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു. ഇതിനെല്ലാം ദൈവം തന്നെ കാരണഭൂതൻ. ശരീരത്തിൽ ഇരുന്നാലും ശരീരം വിട്ടാലും അതെവിടെ? 9 ഇംഗ്ലീഷോട് വായിച്ചോ. അതുകൊണ്ട് ശരീരത്തിൽ ഇരുന്നാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കും. ഇംഗ്ലീഷ് വായിച്ചോ. വായിച്ചോ. 2 Corinthians chapter 5 verse 9. Wherefore we labor, that whether present or absent, we may be accepted of him. വേറെ വർഷം വായിച്ചു. Therefore we make it our aim, whether present or absent, to be well pleasing to him. We make it our goal to please him, whether we are at home in the body or away from it. We all know that we can please him, we can praise him while we are in the body. Saint Paul is saying that even if we are away from the body, we can please him. എങ്ങനെ നടക്കുന്നത്? മൗനതയിൽ ഇരിക്കാതെ നടക്കൂ, മരിച്ചിരിക്കാതെ നടക്കൂ. പൗലോസ് ലീഹായ്ക്ക് ഇത് പറയാനായിട്ടുള്ള ധൈര്യം എവിടുന്നുണ്ടായെന്നറിയോ? യേശുക്രിസ്തു പറഞ്ഞതാണെന്നാണ് എൻ്റെ വിചാരം. എന്താണ്? Whoever lives and believes in me will never die. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആർക്കും എന്തില്ല? പറയുന്നേ മരണമില്ലാത്തത് കൊണ്ട് എന്ത് കണ്ടിന്യൂ ചെയ്യാം? ഇന്റർസെഷൻ കണ്ടിന്യൂ ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ഇന്റർസെഷൻ നടത്തുന്നു. ചിലരൊക്കെ എന്നോട് യേശുക്രിസ്തു ഏക മധ്യസ്ഥനല്ലാതെ വേറൊരു മധ്യസ്ഥനില്ല, അതുകൊണ്ട് ഇനി വേറൊരാളോടും ഇനി മുതൽ നിങ്ങളുടെ പിള്ളേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചേക്കല്ലേ. ഏക മധ്യസ്ഥൻ യേശുക്രിസ്തുവേ ഉള്ളൂ. നിങ്ങൾ ആരും ഹസ്ബൻഡിന് വേണ്ടി പ്രാർത്ഥിച്ചേക്കല്ലേ, കാരണം ഏക മധ്യസ്ഥൻ. അങ്ങനെ പറയാൻ നോക്കൂ. അപ്പൊ നമ്മളെല്ലാവരും ഇന്റർസീഡ് ചെയ്യുന്നുണ്ട്. ഇന്റർസെഷൻ ഈസ് നമ്മുടെ ചർച്ചിന്റെ വളരെ ഇന്റഗ്രൽ പാർട്ടാണ്. അങ്ങനെയാണെങ്കിൽ സെയിന്റ് മേരിയുമായിട്ട് ഇന്റർസീഡ് ചെയ്യണം. അതിന്റെ ഉത്തരവാണ് ഞാൻ മുമ്പേ പറഞ്ഞു. ബിക്കോസ് സെയിന്റ് മേരി സ്റ്റിൽ ലിവ്സ്, സെയിന്റ് ഗ്രിഗോറിയസ് സ്റ്റിൽ ലിവ്സ്. അതുകൊണ്ടാണ് നമ്മുടെ ചർച്ചിലെ നമ്മുടെ എല്ലാ വർഷിപ്പിലും we always participate with them, with the departed. വാക്കെന്താ ഉപയോഗിക്കുന്നത്? ഡിപ്പാർട്ടഡ്. എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാവരും ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്നവരാണ്. എയർപോർട്ടിൽ അവിടെ ചെല്ലുന്നുണ്ടേ, ബോർഡ് നോക്കുന്നുണ്ടേ, ഫ്ലൈറ്റ് ഡിപ്പാർട്ടഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇല്ലാതായി പോയെന്നോ? ഫ്ലൈറ്റ് ഈസ് സംവെയർ ദേർ, റൈറ്റ്? We cannot see. That doesn't mean that ഫ്ലൈറ്റ് എല്ലാം നശിച്ചു പോയി, ഇല്ലാതായി പോയി എന്നാണ്. The same word is used. Our souls are departed souls. ആ വാക്ക് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ എന്റെ ബേസിക് പ്രസന്റേഷൻ അത്. അപ്പൊ അതുകൊണ്ട് ഇന്റർസെഷൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ ഉപമയില് ധനവാന്റെ ലാസറിന്റെ ഉപമയിൽ പറയുന്നു, ലാസർ ഇപ്പൊ എവിടെ ഇരിക്കുന്നു? അബ്രഹാമിന്റെ മടിയിൽ. ധനവാൻ എവിടെ കിടക്കുന്നു? നരകത്തിൽ കിടക്കുന്നു. അവിടെ കിടന്നുകൊണ്ട് രണ്ടാമത്തെ പാർട്ടില്, സെക്കൻഡ് പാർട്ട് ഓഫ് ദാറ്റ് പാരബിൾ കർത്താവ് പറഞ്ഞ എന്താണ്? ധനവാൻ പറയുകയാണ് ലാസറിനെ ഒന്ന് വിടണം, റെക്കമെൻഡ് ചെയ്യുക, ഇന്റർസൈഡ് ചെയ്യുകയാണ്. ആർക്ക് വേണ്ടി? ലോകത്തിലുള്ള ബ്രദേഴ്സിന് വേണ്ടി ലാസറിനെ ഒന്ന് വിടണമെന്ന് ഇന്റർസൈഡ് ചെയ്യുകയാണ്. അപ്പൊ കർത്താവ് പഠിപ്പിച്ചതിനകത്ത് തന്നെയുണ്ട് ഇന്റർസെഷൻ. ഈവൻ ഇഫ് വി ആർ ഓൺ ഡെഡ്, means physical death, we are alive and we continue our communion. ഇതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇവിടെ കിട്ടിയോ? മനസ്സിലായെങ്കിൽ മനസ്സിലായെന്ന് പറയണം, മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ലെന്ന് പറയണം. മനസ്സിലാകാതെ മനസ്സിലായെന്ന് പറഞ്ഞാൽ മനസ്സിലായതും കൂടെ മനസ്സിലാകാതെ പോകും. മനസ്സിലായോ? അപ്പൊ രണ്ട് തീം ഇപ്പൊ
പ്രസന്റ് ചെയ്തു. ബാപ്റ്റിസത്തെക്കുറിച്ചും ഡെത്തിനെ കുറിച്ചും ഇന്റർസെഷനെ കുറിച്ചും ക്ലാരിഫിക്കേഷൻ ക്വസ്റ്റ്യൻസ്. അതാണ് അവിടെ മൈക്ക് കൊടുത്തത്. Tirumeni, I have a doubt. നമ്മുടെ ബാപ്റ്റിസത്തിൽ there is a change. I mean, days ൽ difference ഉണ്ട്. Like when the boys have to be baptized, there is a set number of days, and for the girls, when they have to be baptized, there is a set number of days. Is there a spiritual or scripture related reference to it, although patriarchal? Okay. ആദ്യം അതുപോലെ തന്നെ ഉണ്ടായിരുന്നു, അതൊക്കെ ചേഞ്ച് ചെയ്തു. ആദ്യം ആൺകുട്ടിയെ മുക്കാവുന്നൊക്കെ, അതൊക്കെ മാറി. ദീസ് ആർ ഓൾ കൾച്ചറൽ തിങ്സ്. അതൊരു കാലാനുസൃതമായി, ഇറ്റ് ഈസ് നോട്ട് ബിബ്ലിക്കൽ റീസൺ. Okay, so now the time has changed. Orthodox Church is accepting. യൂഷ്വലി ഒരു അമ്മയ്ക്ക് ഫിസിക്കലി ഫിറ്റ് ആയിട്ട് പള്ളി വരാവുന്ന ഒരു കാലഘട്ടമാണ്. ദാറ്റ് ഈസ് ദ ഡേയ്സ്. പക്ഷേ അത് നമ്മുടെ പഴയ ഡോക്യുമെന്റിലൊക്കെ 40 ദിവസം എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചു. 40-60. Okay, Tirumeni, one more doubt. There is a prayer and this is not very common. അറിയാവുന്നവർക്ക് ചെയ്യുന്നവരുണ്ട് definitely among this crowd, but there is a prayer by which the mother and the baby enters the church after she has delivered the baby. Yes, why is it like not prominently emphasized, or priest ആണെങ്കിലും whoever doesn't vocally say that that has to be done before the baptism? അറിയാവുന്ന വിചാരത്തിലായിരിക്കും. ഇപ്പൊ ഞാൻ പറയുന്ന അങ്ങനെ ഒരു പ്രെയർ ഉണ്ട്. റിട്ടേൺ പ്രെയർ ഈസ് ഓൾസോ. അതുകൊണ്ട് when you are carrying the baby first time into the church, പ്രത്യേകമായ പ്രാർത്ഥനയുണ്ട്. കുഞ്ഞിൻ്റെയും അമ്മയുടെയും തലയിൽ കൈവച്ച് പ്രത്യേകമായിട്ട് പ്രാർത്ഥനയുണ്ട്. ചെയ്യാറില്ലെന്നേ ഉള്ളൂ, അത് ചെയ്യാവുന്നതാണ്. യെസ് മാം. തിരുമേനി, എനിക്ക് 2 ക്വസ്റ്റ്യൻ ഉണ്ട്, 2 പോർഷൻ ചെയ്യുന്നു. ആദ്യം ഞാൻ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ കാര്യം ഞാൻ ചോദിക്കാം. തിരുമേനി പറഞ്ഞ പോലെ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യം ഒരുവിധപ്പെട്ട എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കും. പക്ഷെ മരിച്ചു കഴിഞ്ഞ ഉടനെ എന്താ സംഭവിക്കുന്ന ഒരു കാര്യത്തിൽ വലിയ ഡൗട്ടുണ്ട്. കാരണം യേശു വലതുഭാഗത്തെ കടനോട് നീ ഇന്ന് പരദേശിയിലിരിക്കുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ യേശു മരിച്ചവർക്ക് വേണ്ടി ദുഃഖ ശനിയാഴ്ച ഇടന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെ കബറിലുള്ളവർക്ക് വേണ്ടി പോയി പ്രസംഗിക്കുന്നു. അപ്പൊ അതുവരെ അവരെവിടെയായിരുന്നു? ഷിയോർ. ഈ പർദീസയിൽ ഇപ്പോൾ ഉള്ളത് കള്ളൻ മാത്രമേ ഉള്ളൂ. ബിക്കോസ് ദാറ്റ് വാസ് ദ അഷുറൻസ് ഗിവൺ ടു ദ മറ്റേത് സെക്കൻഡ് കമ്മിങ്ങിലേ നടക്കുന്നത്. അപ്പൊ എവിടെയായിരുന്നു അവിടെ ഷിയോൾ എന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞു, ഇതൊരു കൺസെപ്റ്റാണ്, അതൊരു ജിയോഗ്രഫിക്കൽ പ്ലേസ് അല്ല. വെൻ ഐ സേ ഹെവൻ, ഹെൽ, ഷിയോൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായിട്ട് ഉണ്ടായി വരുന്ന ഒരു ജിയോഗ്രഫിക്കൽ പ്ലേസ് ആണ്. ഈവൻ കർത്താവ് അവിടെ തന്നെയുണ്ട്. സാം 139 നിങ്ങൾ വായിച്ചാൽ അറിയാം. God's present, God is omnipresent, even in Sheol he is there. അപ്പോൾ അതുകൊണ്ട് ദൈവം എവിടെയാണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ അടുക്ക് എവിടെ പോയെന്ന് ചോദിച്ചാലും, സോ വി ലീവ് ദ ബോഡി, ദാറ്റ് വാസ് ദ ലിമിറ്റേഷൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ദൈവത്തോട്, ദൈവം എവിടെയുണ്ടോ അവിടെയെല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ പോയി സുവിശേഷം അറിയിച്ചു എന്ന് പറഞ്ഞാൽ നോഹയുടെ കാലം മുതലുള്ളവരോട് സുവിശേഷം അറിയിച്ചു എന്ന് പറഞ്ഞാൽ അതുവരെ ഉള്ളവരെ എല്ലാവരും കൂടെ ഒരു സ്ഥലത്ത് ഒരു മുറിക്കകത്ത് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അതിനകത്ത് ചെന്ന് പക്ഷെ മനുഷ്യന് മനസ്സിലാകാവുന്ന ഭാഷയിൽ അത് അവതരിപ്പിച്ചിരിക്കുന്നു. സോ ഇറ്റ് ഈസ് ദ ഗോസ്പൽ ഈസ് ഗിവൺ ടു ദോസ് ഹു ഡിഡ്ന്റ് ഹിയർ ദ ഗോസ്പൽ. അപ്പൊ നമ്മൾ ഇമ്പങ്ങളുടെ പർദീസയിൽ അവൻ ആയിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥിക്കുമ്പോൾ അവരിതുവരെ പർദീസയിൽ എത്തിയിട്ടില്ല. പർദീസ ഒറ്റ ആൾക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളത് കള്ളനാണ്. അപ്പം അറിയാം ആരും പർദീസയിൽ പോയി, പർദീസ ഉണ്ടാകുന്ന സെക്കൻഡ് കമ്മിങ്ങിൽ മാത്രം. ഓക്കെ, ഈ ഭാഗം വെച്ചൊരു കൺഫ്യൂസിങ് ആയിരുന്നു പിള്ളേരെ പഠിപ്പിക്കുമ്പോഴും. നമ്മളെപ്പോഴും നമ്മുടെ സുറിയാനി ഭാഷയിൽ ഷിയോളിന്റെ മറ്റേ സുറിയാനി വേർഡ് ഓയാർ, അത് ഓയാർ കടന്നു. ഓയാർ എന്ന് പറയുന്ന ഡിഫറെന്റ് ലെവൽസ് ഒക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ നമ്മുടെ ലിറ്ററേച്ചറിൽ അത് കാണാനായിട്ട് കഴിയും. ബേസിക്കലി എന്ന് പറയുന്നത് ഫൈനൽ ഉണ്ടാകുന്നത് കർത്താവിന്റെ 2ാമത്തെ വരവും ജഡ്ജ്മെന്റ് കഴിയുന്നുണ്ടേ. There is a group of people on his right hand side, another group of people on his left hand side. The right hand side people will go to the eternal life, and the left hand side people go to the eternal hell. ഇതാണ് സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. പക്ഷേ നമ്മുടെ പ്രയർ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എന്താണ്? The content of the prayer for the departed is have mercy on them when you come back. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയുന്നത് നമ്മുടെ ഒരു എക്സ്പെക്ടേഷൻ, കർത്താവ് ദയാലുവാണ്, കരുണയുള്ളവനാണ്, അവൻ കരുണ കാണിക്കും.
കർത്താവിൻ്റെ സെക്കൻഡ് കമ്മിങ്ങിൽ എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം പ്രാർത്ഥന. ഓക്കെ, തിരുമേനിയുടെ ഞാനത് ചോദിക്കണമെന്ന് വിചാരിച്ചല്ല, പക്ഷേ തിരുമേനിയുടെ ആൻസറിന്റെ ബേസിസിൽ ഞാൻ ചോദിക്കും. നമ്മൾ ലാസറിന്റെയും ധനവാന്റെയും കഥ യേശു പഠിപ്പിക്കുമ്പോൾ ധനവാൻ നരകത്തിൽ പോകുന്നു, ലാസർ അബ്രഹാമിന്റെ മടിയിലിരിക്കുന്നതായിട്ട്, അതായത് പർദീസ എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിരിക്കും ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ മരിച്ചവർ അബ്രഹാമിന്റെ മടിയിൽ ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് തിരുമേനി പറഞ്ഞത്. അല്ല, നമ്മുടെ പ്രാർത്ഥന അബ്രഹാമിനെ ഇസാഖിനെ യാക്കൂബിനെ മടിയിൽ അവരെ വസിപ്പിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനല്ലേ? അതെ, അത് കണ്ടിന്യൂ ചെയ്യും. ആ പ്രാർത്ഥന, അത് ആ പർദീസ എന്ന് പറയുന്നത് അതിന്റെ പൂർണ്ണത ഉണ്ടാകുന്നത് സെക്കൻഡ് കമ്മിങ്ങിലായിരിക്കും. ഓക്കെ, തിരുമേനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മാമോദിസയെ പറ്റിയാണ്. ഇതൊരു ക്വസ്റ്റ്യൻ അല്ല, എൻ്റെ ഒരു ചിന്തയാണ്. കാരണം നമ്മുടെ അച്ഛന്മാരൊക്കെ ഈ ഓർത്തഡോക്സ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ ഇപ്പോൾ ഗോഡ് ഫാദർ ഗോഡ് മദർ ആക്കാൻ സാധ്യതയുള്ളൂ ഈ വന്ന കാലത്ത്. പക്ഷെ പണ്ട് അങ്ങനെ അല്ലായിരുന്നു. അച്ഛന്മാർ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചായിട്ട് പണ്ടുള്ള ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടില്ല. ഇപ്പൊ എൻ്റെ തലതൊട്ടപ്പൻ എൻ്റെ അമ്മയുടെ അപ്പനായിരുന്നു, അവര് ഓർത്തഡോക്സുകാരല്ല. പക്ഷെ എന്നിരുന്നാൽ തന്നെയും അതിനകത്തൊരു വാലിഡിറ്റി ഇല്ലായ്മ ഉണ്ടോ എന്നുള്ളൊരു കാര്യത്തിൽ ഒരു ഡൗട്ടുണ്ട്. കാരണം ഓർത്തഡോക്സുകാരായി നല്ല വഴിക്ക് നടക്കാതെ അല്ലെങ്കിൽ നേരെ വിശ്വാസം നടത്തിപ്പിക്കാത്ത ആൾക്കാരും ഉണ്ട്. എന്നാൽ അതേസമയം ഓർത്തഡോക്സരല്ലാതെ ദൈവവഴിയിൽ കുഞ്ഞുങ്ങളെ വളർത്തുന്നവരുമുണ്ട്. അവരെ എങ്ങനെ നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റും? അല്ല, ഇതിനകത്ത് ഇതേ ഉള്ളൂ. ഇതിനകത്ത് സഭയെ സംബന്ധിച്ചിടത്തോളം ബന്ധുവാണോ, അങ്കിളാണോ, അപ്പനാണോ, വല്യപ്പനാണോ ഒന്നുമില്ല. ഓർത്തഡോക്സ് സഭയിലെ വിശ്വാസിയായിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് നിർബന്ധമാണ്. ഓർത്തഡോക്സ് സഭയിലെ വിശ്വാസിയായിരിക്കണം ഗോഡ് ഫാദർ ഓർ ഗോഡ് മദർ. ദാറ്റ് ഈസ് ദ ടീച്ചിങ് ഓഫ് ദ ചർച്ച്. അത് ഫോളോ ചെയ്തേ പറ്റത്തുള്ളൂ. അത് ഞാൻ എപ്പോഴും പറയുന്നു, വല്യപ്പനാകണമെങ്കിൽ സഭയ്ക്ക് യാതൊരു നിർബന്ധമില്ല. അത് നിങ്ങളുടെ വീട്ടുകാരുടെ നിർബന്ധം. സഭയെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ കുഞ്ഞിനെ സഭയുടെ വിശ്വാസത്തിൽ വളർത്താൻ കഴിവുള്ള ഒരാളാണ്. അതുകൊണ്ട് ഞാൻ പ്രസംഗിക്കുമ്പോൾ അല്ലെ ബാപ്റ്റിസത്തിന്റെ സമയത്ത് പറയാനൊക്കെ ഒരു സെക്കൻഡ് ഇരിക്കാം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയും, ചെയ്യുകയാണെങ്കിൽ ഇത് ഭംഗിയായിട്ടൊക്കെ ചെയ്യും. അല്ലെ പോയി കയ്യെ പിടിക്കാൻ പോയേക്കരുത്. ഇതെൻ്റെ പ്രിവിലേജാണ്, എൻ്റെ അധികാരമാണെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വളരെ കഷ്ടം തോന്നാറുണ്ട്. ഒന്നാമത് അവിടെ വന്ന് എന്ത് ചെയ്യേണ്ടതെന്ന് ഏക്കും പൂക്കും അറിയാതെ വന്ന് നിൽക്കും. ഇടത് കൈ കൊണ്ട് ഇടത് കൈയെ പിടിച്ച് മുഖം പടിഞ്ഞാറോട്ടിരിക്കട്ടെ എന്ന് പറയുന്നത് വലത് കൈ കൊണ്ട് ഇടത് കൈയെ പിടിക്കും, വലത് കൈ കൊണ്ട് വലത് കൈയെ പിടിക്കും, മുഖം കിഴക്കോട്ടിരിക്കും. എന്ത് ചെയ്യണമെന്ന് ഊരെത്തും പിടിയില്ല. മാമോദിസ പൊങ്ങുന്ന യോഹന്നാൻ എന്ന ഞാൻ പബ്ബ അടിച്ച് നീക്കുക. വെറുതെ പോയി പിടിച്ചേക്കല്ലേ. ചെയ്യുകയാണെങ്കിൽ അത് ഭംഗിയായിട്ട് ചെയ്യണം. പിന്നെ അന്ന് ഫോട്ടോ എടുത്ത് കഴിയുന്നുണ്ടെങ്കിൽ അവസാനിക്കുന്നതല്ല ഈ റോള്. ഇനിയും ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും എന്നോട് ദേഷ്യപ്പെടും, എതിർക്കുമെന്ന് എനിക്കറിയാം. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് അത് അമേരിക്കയിലാണ് ഒരു ബാപ്റ്റിസം നടത്തിയപ്പോഴും തല തൊടാൻ വന്ന ആള് ഗോഡ് മദർ, ആ പെൺകുട്ടിക്ക് 30 വയസ്സായി. അവൾ വിവാഹം കഴിച്ച് അവൾക്ക് 2 കുട്ടിയുണ്ട്. 30 വയസ്സുള്ള ഒരു പെൺകുട്ടി വന്ന് തല തൊടാൻ എൻ്റെ മിനിസ്ട്രിയിൽ ആദ്യമായിട്ടാണ് ഞാനത് കണ്ടത്. അപ്പോൾ ഞാനിത് കഴിഞ്ഞിട്ട് പേരൻസിനോടൊക്കെ ഇങ്ങനെ ചോദിച്ചെന്താ. അപ്പോൾ അവർ പറഞ്ഞു, ദൈവം ആയുസ് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ കുറേ ഏറെ നാൾ ഈ കുഞ്ഞിനെ ഗൈഡ് ചെയ്തോളൂ. ഞങ്ങൾ വല്ലതും അന്ന് 10-15 വർഷം കഴിയുമ്പോൾ തീർന്നു പോകും. എനിക്കത് ഇഷ്ടപ്പെട്ടു. ദൈവം ആയുസ് തരുന്നത്. പക്ഷേ ഇത് സീരിയസ് ആയിട്ട് എടുത്ത ആ പെൺകുട്ടി, ആ വീട്ടുകാർ സീരിയസ് ആയിട്ട് എടുത്തു. അതുകൊണ്ട് തല തൊടുന്ന ആളുടെ റോള് കുറെ കൂടെ എക്സ്റ്റെൻഡഡ് ഇയേഴ്സിൽ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഈ ചെറുപ്പക്കാരിയെ കൊണ്ട് തല തൊടിയിപ്പിച്ചു. അത് നല്ലതല്ലേ? അപ്പൊ നമുക്കിതൊരു പ്രിവിലേജ് ആയതുകൊണ്ട് വിറച്ച് വരുന്ന അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ വന്ന് ഇതെ പിടിച്ചോണ്ട് നിൽക്കും. കൊടുത്തു, കുഴപ്പമൊന്നുമില്ല. പക്ഷെ റോൾ ഈ ഫങ്ഷൻ ചെയ്യത്തില്ല. അന്നത്തെ ഫോട്ടോ എടുപ്പോടുകൂടി അവസാനിക്കും. അതല്ല സഭ ഉദ്ദേശിച്ചത് ഈ ആളിനെ ഈ ഫെയ്ത്തിൽ വളർത്തുക എന്നുള്ളത്. അതാണ് റോൾ. ഓക്കെ, ചോദ്യം. വളരെ മനോഹരമായ ക്ലാസ്സാണ് തിരുമേനി. എനിക്കൊരു സംശയം ഉണ്ടായത്, തിരുമേനി പറഞ്ഞു കള്ളൻ ആണ് പർദീസിലേക്ക് എടുക്കപ്പെട്ടത്. പൗലോസ് പറയുന്നുണ്ട് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ഒരു വ്യക്തിയെ പറ്റി. അപ്പം കള്ളൻ മാത്രമേ ഉള്ളൂ. അത് 3-ാം സ്വർഗം പർദീസയാണെന്നെങ്കിലും അറിയുന്നില്ല. എത്ര സ്റ്റേജസ് ഉണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് അങ്ങനെ പറയാൻ അറിയില്ല. പക്ഷെ ഡിഫറെന്റ് സ്റ്റേജസ് ഉണ്ട്. ഈ OR എന്ന് പറയുന്നതിനകത്ത് തന്നെ OR-ൽ പതിയിരിക്കുന്ന ദുരാത്മാക്കളുമായി പോരാട്ടം ചെയ്ത് രക്ഷപ്പെട്ട് വേണം പോകാനായിട്ട്. എണ്ണ ഒഴിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, OR-ൽ പതിയിരിക്കുന്ന ദുരാത്മാക്കളുമായി പിടുത്തം ഉണ്ടാകുമ്പോൾ വഴുതി രക്ഷപ്പെടുവാനും. ഇതെല്ലാം ഞാൻ പറഞ്ഞില്ല. ഇതെല്ലാം ലിറ്ററലി നമ്മൾ വ്യാഖ്യാനിക്കാൻ തുടങ്ങിയാൽ, പക്ഷെ അതിൻ്റെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതിന് വേദപുസ്തകത്തിൽ തെളിവുണ്ട്. മോശയുടെ ശരീരത്തിന് വേണ്ടി OR-ൽ യുദ്ധം ഉണ്ടാകും.
മോശയുടെ ആത്മാവിന് വേണ്ടി ഓയാൽ സാത്താനുമായിട്ട് യുദ്ധമുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് വേദപുസ്തകപരമാണ്, ഈ പറയുന്ന യാത്രയുള്ളതാണ്. അതുകൊണ്ടാണ് ഈ 40 ദിവസം എന്ന് പറയുന്നതിനകത്ത് ഡിഫറെൻറ്റ് സെഷൻസ് ഉണ്ട്. അത് ഞാൻ വേണമെങ്കിൽ റെഫർ ചെയ്തിട്ട് പറഞ്ഞതില്ല. അതുകൊണ്ടാണ് 3-ാമത്തെ ദിവസം കുർബാന ചൊല്ലണം, 9-ാമത്തെ ദിവസം കുർബാന ചൊല്ലണം, ഇങ്ങനെയൊക്കെ. ഇതൊന്നും ഞാൻ പറഞ്ഞ ലിറ്ററലി ഒന്നും വ്യാഖ്യാനിക്കാനായിട്ട് ഒക്കുകയില്ല. പക്ഷേ ഇത് ഈ 40 ദിവസത്തെ ഒരു യാത്രയാണ്. ഈ 41 അല്ല കേട്ടോ, 41 വന്നത് ഭാരതീയ പാരമ്പര്യത്തിൽ നിന്ന്, ഹൈന്ദവ പാരമ്പര്യത്തിൽ നിന്ന് 40ആണ്. കർത്താവ് 40-ാമത്തെ ദിവസം ഉയർത്തെഴുന്നേറ്റു. ഇതാണ് 40 നടത്തേണ്ടത്. ആദ്യത്തെ സെഷനിലെ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. കാര്യം എനിക്ക് ഒരുപാട് നാളുകൊണ്ടുള്ളൊരു സംശയമാണ്. ട്രീ ഓഫ് ലൈഫും ട്രീ ഓഫ് നോളജും അതിനെ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ ജീസസ് ആയിട്ടും ഹോളി സ്പിരിറ്റ് ആയിട്ടും നമുക്ക് അതിനെ കാണാൻ പറ്റും. അങ്ങനെ ഒരു ഇന്റർപ്രിട്ടേഷൻ ഇതുവരെ ഞാൻ വായിച്ചിട്ടില്ല. ട്രീ ഓഫ് നോളജ്, ട്രീ ഓഫ് ലൈഫ് ഉണ്ട്, അത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവാണെന്ന് കൃത്യമായി നമ്മുടെ ലിറ്റർജിയിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ബാപ്റ്റിസം കഴിഞ്ഞിട്ട് കുഞ്ഞിന് മാമോദീസ കൊടുക്കുമ്പോൾ പറുദീസയിലാതെ രുചി നോക്കാത്ത ഫലം സാമോദം ഇപ്പോൾ വയ്ക്കുന്നു, ട്രീ ഓഫ് ലൈഫാ കൊടുത്തത്. അതൊക്കെ ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ടുണ്ട്, സമയമില്ല. ആദാമിനെ ഹവ്വയെ ഏദൻ തോട്ടത്തിൽ എന്ത് കാരണത്തല്ല പുറത്താക്കി? എന്തോ ഡിസബീഡിയൻസ്. അപ്പൊ പണിഷ്മെന്റ് ആയിരുന്നു? അല്ല. സുറിയാനി പിതാക്കന്മാരുടെ എഴുത്തുകൾ വായിക്കണം. അവിടെ രണ്ട് ട്രീസാണ് ഉള്ളത്, ട്രീ ഓഫ് നോളജും ട്രീ ഓഫ് ലൈഫും. അവർ കഴിച്ചത് ട്രീ ഓഫ് നോളജാണ്, പാപത്തിലായി. പാപത്തിലിരിക്കെ ട്രീ ഓഫ് ലൈഫ് ഫ്രൂട്ട് കഴിച്ചാൽ എന്ത് സംഭവിക്കും? പാപത്തിൽ തന്നെ തുടരും, പിന്നെ രക്ഷിക്കാൻ ഒക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് അവരെ അവിടുന്ന് പുറത്താക്കി. ഇനി അവർ കൈനീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം പറിക്കരുത്. പറിച്ച് കഴിച്ചാൽ എന്ത് പറ്റും? പാപത്തെ. അപ്പം പിന്നെ സാൽവേഷൻ ഇല്ല. അതുകൊണ്ട് അവരെ പുറത്താക്കിയിട്ട് അവരിനി അകത്ത് കയറാതിരിക്കാൻ വേണ്ടി മാലാഖയെ കാവൽ നിർത്തി. എന്നിട്ട് പിന്നെ എപ്പോഴാണ് കൊടുത്തത്? നമുക്ക് എപ്പോഴാണ് കിട്ടിയത്? ബാപ്റ്റിസം കഴിഞ്ഞാണ് കിട്ടിയത്. ബാപ്റ്റിസം കഴിഞ്ഞ് കിട്ടുമ്പോൾ എന്ത് പോയി? പാപമോചനം പ്രാപിച്ചു. ഇനി എന്ത് പ്രാപിക്കാം? അതുകൊണ്ടാണ് പറുദീസയിലാകാം രുചി നോക്കാത്ത ഫലം ഇപ്പോൾ വെക്കുന്നത്. ഏത് കഴിഞ്ഞപ്പോഴാണ്? പാപം മോചിച്ച് കിട്ടി. പാപമോചനത്തിന് മാമോദീസ അല്ലേ? അത് കഴിഞ്ഞേ കൊടുക്കത്തുള്ളൂ. ഇതെല്ലാം കണക്റ്റഡാണ് ലിറ്റർജിയുമായിട്ട്. നിർത്താം അല്ലേ? എന്നോട് പറഞ്ഞ ഇന്ത്യ ജോബിന് 5 മിനിറ്റ് കൂടെ ഉണ്ടെന്ന് എന്നെ ചോദ്യം ചോദിച്ച് പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. തിരുമേനി പറഞ്ഞ അച്ഛന്മാര് ഈ തലതൊട്ടപ്പൻ എന്ന് പറഞ്ഞ അവർക്ക് ഈ ഇന്ന റെസ്ട്രിക്ഷൻസ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ എല്ലാ പള്ളികളിലും ഇത് അറിഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഇല്ല. പണ്ട് അങ്ങനെയല്ല. പണ്ട് ഓരോ കൂതാശയ്ക്കും ഇപ്പോഴും ചെയ്യുന്ന അച്ഛന്മാരുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പോഴത്തെ ഈ തിരക്കൊണ്ടൊന്നും പലപ്പോഴും നടക്കാറില്ല. ഇപ്പോഴും എനിക്കറിയാവുന്ന ചില അച്ഛന്മാരുണ്ട്. അവർ ഇപ്പോൾ ഒരു ബാപ്റ്റിസം നടക്കുകയാണെങ്കിൽ അതിൻ്റെ 2 ദിവസം മുമ്പോ ഒരാഴ്ച മുമ്പോ ഈ വീട്ടുകാരെയും തലത്തൊടുന്ന ആളിനെയും എല്ലാം വിളിച്ചിരുത്തി ഒരു ക്ലാസ് കൊടുത്തിട്ട് അവർ ആക്ച്വൽ സർവീസിന് വരുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ ഈ അമേരിക്കയിൽ ഞാൻ പോകുമ്പോൾ കാണുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, വിവാഹ കൂതാശിക്കും ഈ മണവാളിനെയും മണവാട്ടി ഏകദേശം 1 വർഷത്തോളം ഒരുക്കിയെടുക്കും, പഠിപ്പിച്ചു. അതുകൊണ്ട് എന്താ ഞാൻ ഇപ്പോൾ കാണുന്നതെന്ന് ചോദിച്ചാൽ, അമേരിക്കയിൽ ചെന്ന് ഒരു ആരാധനയ്ക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ മണവാളിനും മണവാട്ടിയും പുസ്തകം പിടിച്ച് നമ്മുടെ മുമ്പ് നിന്ന് പാടിക്കൊണ്ടിരിക്കുക. എനിക്കെതിരെ വലിയൊരു വിമർശനം ഉണ്ടായിരുന്നു. ഞാൻ അമേരിക്കയിൽ എൻ്റെ തന്നെ കുട്ടികളാണ്, ഞാൻ അവിടെ സെർവ് ചെയ്ത ആളാണ്. അപ്പോൾ ഒരു ഫോട്ടോ എടുത്ത് പറയുന്നു. അപ്പോൾ അവൾ ഗൗണായിട്ടിരുന്നത്. അപ്പോൾ അവളുടെ ഗൗണിൻ്റെ പുറകുവശം ഈ ഷേപ്പിൽ കുറേ താഴോട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങേപ്പുറത്ത് നിൽക്കുന്ന ഫോട്ടോ, ഇവളുടെ പുറകുവശം എല്ലാം കണ്ടിട്ട് കമൻറ്റ് ബോക്സിൽ ചുറുചുറുതാന്ന് വന്നുകൊണ്ടിരിക്കും. പക്ഷേ ഈ കമൻറ്റ് ചെയ്തവൻ ആരും കണ്ടില്ല. എൻ്റെ തൊട്ട് മുമ്പിൽ നിൽക്കുന്ന മണവാളിനും മണവാട്ടിയും ലിറ്റർജിക്കൽ ബുക്ക് പിടിച്ച് ആദ്യോടന്തം പാടിക്കൊണ്ടിരിക്കുകയാണ്. അവർ ശരിക്കും പറഞ്ഞാൽ പാടേണ്ട ഒരാവശ്യമില്ല. എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന അവിടുത്തെ പിള്ളേരാണ്. നിങ്ങൾക്കറിയാം, വിവാഹ കൂതാശയുടെ ചില പാട്ടുകൾ 21 സ്റ്റാൻസായുണ്ട്. നമ്മളത് കാച്ചി കുറിക്കും, 4, 5 നിർത്തും. അവിടെ ചെല്ലുന്ന ആദ്യം പിള്ളേർ വിഭവത്തിന് പിന്നെ അത് മുഴുവൻ അങ്ങ് പാടാകുന്നു. ദേ ആർ ആസ്കിങ് മീ ഷാൽ വി സിംഗ് ദ 21 സ്റ്റാൻസാസ്. അത്ര സീരിയസ് അവരെ സംബന്ധിച്ചിടത്തോളം ഈ കൂതാശ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇവരിത് പഠിച്ചിട്ടാണ് ചെയ്യും. നാട്ടിൽ വന്ന് ചില കൂതാശയ്ക്ക് നിന്നുറങ്ങുക ഒരു മണവാളിനും മണവാട്ടിയൊക്കെ. ഇത് താഴെ പോകുമെന്ന് പേടിച്ചാൽ നമ്മൾ നിൽക്കുന്നത്. ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ ചുമ്മാതെ വന്ന് നിൽക്കും കുറച്ച് പേര്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേ കൂടെ ഇതിൻ്റെ സൊല്യൂഷൻ ഇതേ ഉള്ളൂ. എല്ലാ കൂതാശയ്ക്കും ശരിക്കും പറഞ്ഞാൽ ആ കുടുംബക്കാരെയൊക്കെ വിളിച്ച് ഒരു ക്ലാസ്സും ഒക്കെ എടുത്ത് തല തൊടുന്ന ആളിനോട് ഇത് ഇങ്ങനെയൊക്കെ ചെയ്യണം,
ഇതിനതാ പ്രാർത്ഥന. അല്ലെങ്കിൽ ഒരെണ്ണം അങ്ങ് പ്രിന്റ് ചെയ്ത് വെച്ചാലും വേണ്ടില്ലെന്ന് തോന്നുന്നു, ഇത് ഒരെണ്ണം പിടിച്ചങ്ങ് കൊടുത്താലും. അപ്പൊ ഞാനിപ്പോൾ പറയാറുണ്ട് മൈക്ക് അടുപ്പിച്ച് പിടിപ്പിക്കേണ്ട, ഈ തലത്തോടുന്ന ആളുടെ അങ്ങനെ ഉണ്ടോ ശുശ്രൂഷക്കാർക്ക് ഈ മൈക്കിനകത്തൂടെ എന്തോ പറയുന്നതെന്നുള്ളത്. വേറെ ക്വസ്റ്റ്യൻ? തിരുമേനി പറഞ്ഞ എക്ലീഷ്യ 12:7 പ്രകാരം 12:7 പ്രകാരം ആത്മാവ് തിരിച്ച് ദൈവത്തിന് അടുക്കലേക്കാണ് പോകുന്നത്. അപ്പം നമ്മൾ ശരിക്കും ശവസംസ്കാര ശുശ്രൂഷ നമ്മൾ കുഴിച്ചിടുകയാണല്ലോ ചെയ്യുന്നത്, ബോഡിയോടെ കുഴിച്ചിടുകയാണ് ചെയ്യുന്നത്. അപ്പം മറ്റ് രാജ്യങ്ങളിലൊക്കെ ഈ ക്രിമേഷൻ കത്തിച്ച് കളയുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും നമുക്ക് സഭയുടെ ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ മണ്ണ് മണ്ണിനോട് തന്നെ പോകണമെന്നാണ്. മുമ്പേ പറഞ്ഞ പോലെ ഇപ്പം ഞാൻ സിംഗപ്പൂരിൽ പോയി, ഒരു കാരണവശാലും മണ്ണിനകത്ത് കുഴിച്ചിടാൻ സമ്മതിക്കത്തില്ല. ക്രിമേറ്റ് ചെയ്ത് ഒരു ചെറിയ ബോക്സിനകത്ത് കൊണ്ടുതരും. ഞാൻ അതിനകത്ത് കയറിയിട്ടുണ്ട്. ഭൂമിക്കടിയിലാണ്, അത് മുഴുവൻ ഇതുപോലുള്ള ഭിത്തിയാണ്. ഓരോന്നിനകത്ത് ഒരു ചെറിയ സ്പേസ് ഉണ്ട്, ഈ പെട്ടി കയറ്റി വെച്ചിട്ട് അത് ചെയ്തിരിക്കുകയാണ്. അവിടെ പോയി ധൂപം വെക്കും. അപ്പോൾ എനിക്ക് അതിനുള്ള ഒരു ഇൻ്റർപ്രിട്ടേഷൻ എന്താണ്, അക്കോർഡിംഗ് നമ്മുടെ ഈ സ്പിരിച്വൽ ലോ ഒന്നും രാജ്യത്തിൻ്റെ ലോയിൽ നിൽക്കത്തില്ല. ഫോളോ ദ ലോ ഓഫ് ദ ലാൻഡ്. പക്ഷെ അവിടെ എനിക്കൊരു വിശ്വാസമുണ്ട്, ഈ ചാമ്പലിനകത്തു നിന്നും കർത്താവിന് ഇയാളെ എഴുന്നേൽപ്പിക്കാൻ ഒക്കുമെന്നാണ് എൻ്റെ വിചാരം. അത്ര ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ അതുപോലെ തന്നെ കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ ക്രിമേറ്റ് ചെയ്തായിരുന്നു. പക്ഷെ വേദോത്സവ പ്രകാരം ഇത് മണ്ണിനോട് ചേരേണ്ടതാണ്. തിരുമേനി, ഈ നിറങ്ങളെക്കുറിച്ച് തിരുമേനി പറഞ്ഞിരുന്നു. നിറങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് ആണ് ലൈക്ക് ഒരു ക്രിസ്ത്യാനിറ്റിയുടെ കളറായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കും. സത്യത്തിൽ ദൈവത്തിന് അങ്ങനെ ഒരു ഡെഫിനേഷൻ ഇല്ലല്ലോ. ദൈവത്തെ സംബന്ധിച്ച് നിറം എന്ന് പറയുന്നത് എല്ലാ നിറങ്ങളും ദൈവത്തിന് ഉൾക്കൊള്ളാവുന്ന നിറങ്ങളാണ്. അതായത് പ്രകൃതിയിൽ ദൈവം സൃഷ്ടിച്ച പ്രകൃതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ടൈപ്പിലുള്ള നിറങ്ങളും ഉണ്ട്. മഴവില്ല് ദൈവം സൃഷ്ടിച്ചാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതിൽ വൈറ്റ് ഒഴിച്ച് ബാക്കിയുള്ള കളേഴ്സ് എല്ലാം ഉണ്ട്. അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് വൈറ്റാണ് ഏറ്റവും കൂടുതൽ ദൈവം അംഗീകരിക്കുന്നത് നമ്മൾ മാനസികമായി ചിന്തിക്കുന്ന ഒരു കാര്യം മാത്രമല്ല ഉള്ളത്. ദൈവം അംഗീകരിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞില്ല. സഭയുടെ ഡിസിപ്ലിൻ അതാണെന്ന് ഞാൻ പറഞ്ഞു. ദൈവത്തിന് കളറും ക്രീഡ് എന്ന് പറഞ്ഞ് ജാതി വർണ്ണ ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നമ്മൾ ഒരു സൊസൈറ്റിയുടെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ ഉണ്ടാകേണ്ട ചില ഡിസിപ്ലിൻസ് ഉണ്ട്. എല്ലാം കഴിക്കരുതോ? നമുക്ക് ഇറച്ചിയും കഴിക്കാം, മുട്ടയും കഴിക്കാം, മീനും കഴിക്കാം. എന്തിനാ നോമ്പിൽ ഇറച്ചിയും മുട്ടയൊന്നും കഴിക്കാതെ? അതൊരു ഡിസിപ്ലിനാണ്. എന്ന് പറയുന്ന പോലെ ഡ്രസ് കോഡിന്റെ ഒരു ഡിസിപ്ലിനാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം. അത് വൈറ്റ് ആകാനുള്ള റീസണാണ് ഞാൻ പറഞ്ഞത്. അതിനെ അർത്ഥം മറ്റു കളറൊന്നും ദൈവത്തിന് ഇഷ്ടമില്ല എന്നുള്ളതല്ല. വൈ ദ വൈറ്റ്? ഇറ്റ് ഹാസ് എ ബിബ്ലിക്കൽ റീസൺ. അത് മാത്രമേ ഞാൻ പറയാനാണ് ശ്രമിച്ചു. നിർത്താം. അപ്പോൾ വളരെ സന്തോഷം. കുറേ എന്നാ പറഞ്ഞേ നല്ല നിമിഷങ്ങൾ നിങ്ങളോടൊത്ത് പങ്കിടുവാൻ. സഭയുടെ വിശ്വാസത്തിൽ പ്രത്യേകിച്ച് സൺഡേ സ്കൂൾ ടീച്ചേഴ്സിന് കുറേ കൂടെ ഒരു ക്ലാരിറ്റി കിട്ടാനായിട്ട് ഒക്കെയുള്ള ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു ശ്രമമായിരുന്നു. നിങ്ങളാരും ഉറങ്ങിയില്ല എന്നുള്ളത് വളരെ ഞാൻ ശ്രദ്ധിച്ചു. അതിൻ്റെ അർത്ഥം കുറേ നിങ്ങൾ ശ്രദ്ധിച്ചു എന്നുള്ളത് തന്നെയാണ്. എനിക്ക് 2 മിനിറ്റ് എടുക്കാന്നേ. കുട്ടികളുടെ കോൺഫറൻസ് ഭയങ്കരമായിട്ട് എന്നെ വല്ലാതെ എൻ്റെ മനസ്സിനെ ബാധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഇറ്റ് റിയലി ടച്ച് മൈ ഹാർട്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഷാർജയിൽ പറഞ്ഞായിരുന്നു, നമുക്ക് പ്രജുഡിസം ഒന്നും ഇല്ലാതെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്ന് ഓപ്പണായിട്ട് നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കാനായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. They have lot of doubts. Maybe some of them have issues. They need someone to share. സൺഡേ സ്കൂൾ ടീച്ചേഴ്സിന് അത് സാധിക്കുമോ എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. എൻ്റെ സൺഡേ സ്കൂൾ അധ്യാപകരൊക്കെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. എനിക്ക് ചെന്ന് പറയാമായിരുന്നു അവരോട്, അങ്ങനെ ഒരു സ്വാതന്ത്ര്യം എനിക്കുണ്ടായിരുന്നു. ഇറ്റ് ഈസ് ജസ്റ്റ് ബിക്കോസ് we have a relationship outside the classroom also. It was not limited to the classroom relationship. സിലബസ് തീർക്കുന്ന പരിപാടി മാത്രമൊന്നുമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവർ ഇടപെടുമായിരുന്നു, നമ്മുടെ കൂടെ സഞ്ചരിക്കുമായിരുന്നു.
എനിക്കത് തോന്നിയിട്ടുണ്ട്. രണ്ടാമത്തേത് ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയും, ഇവരോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞു, എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു ദിവസം ഈ കുട്ടികളെ എവിടെയെങ്കിലും താമസിപ്പിച്ച് ഇത് ചെയ്യണം. ഒരു മെഡിറ്റേഷനും കൺഫെഷനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ കോൺഫറൻസ് വേറൊരു ലെവലിൽ എത്തുമായിരുന്നു. സോ ഇഫ് പോസിബിൾ നിങ്ങളെല്ലാവരും കൂടെ ആലോചിച്ച് ഒരു പ്ലാൻ ചെയ്താൽ അങ്ങനെ അടുത്ത 1 വർഷം കഴിയുമ്പോൾ 2 വർഷം കഴിയുമ്പോൾ 1 വർഷമൊന്നുമല്ല, എല്ലാ വർഷവും ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. അത് കുറേ കൂടെ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ വിചാരം. സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനോട് എനിക്ക് പറയുവാനായിട്ടുള്ളത്, നിങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. യു നീഡ് ടു റീഡ് എ ലോട്ട്. കാരണം കുട്ടികളുടെ ഒരിക്കലും ഞാൻ ഒന്നാമതേ ഞങ്ങളൊന്നും ക്വസ്റ്റ്യൻ ചോദിക്കാൻ പേടിച്ചവരാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാമെങ്കിലും ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കണമെന്നുള്ളതിനെ കുറിച്ച് നമുക്കും റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്ന ധാരണയുണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ഞാൻ കേട്ട ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും ക്വസ്റ്റ്യൻ അവർ ചോദിക്കാൻ അവർ ധൈര്യം കാണിച്ചു. ദാറ്റ് മീൻസ് ദേ ഹാവ് ഡൗട്ട്സ് ഓർ ദേ ഹാവ് ഇഷ്യൂസ്, അതവർ ചോദിച്ചു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എക്യുപ്ഡ് ആയേ പറ്റത്തുള്ളൂ. ഞാൻ വളരെ സ്ട്രഗിൾ ചെയ്യുകയാണ് ഇപ്പോൾ കുട്ടികളോട് ക്ലാസ് എടുക്കാനും കുട്ടികളോട് സംസാരിക്കാനും ഞാൻ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ഞാൻ ന്യൂജനല്ല, ഞാൻ ഓൾഡ് ജനറേഷൻ്റെ പാർട്ടായിട്ട് നിൽക്കുകയാണ്. എനിക്ക് പുതിയ മെത്തഡോളജി അറിയത്തില്ല, എൻ്റെ റീഡിങ്ങും സ്റ്റഡിയും ഒന്നും എനിക്ക് അപ്ഡേറ്റഡ് അല്ല. നിങ്ങളിത് വളരെ ഈസി ആയിട്ട് എടുക്കരുത്. അതുകൊണ്ട് കുറേ കൂടെ നിങ്ങൾ സീരിയസ് ആയിട്ട് നിങ്ങൾ ഞായറാഴ്ച രാവിലെ ഈ സൺഡേ സ്കൂൾ പുസ്തകം ഈ ലെസൺ മാത്രം പഠിപ്പിക്കാനായിട്ടാണ് പോകുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നില്ല എഫക്റ്റീവായിട്ട് നമുക്ക് അവരെ വിൻ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളെല്ലാവരും അതുകൊണ്ട് നിങ്ങളുടെ പള്ളിയിലെ ടീച്ചേഴ്സ് മീറ്റിംഗ് കൂടുമ്പോൾ അത് ബിസിനസ് മീറ്റിംഗ് ആയിട്ട് മാത്രം വെക്കരുത്. 50% ഓഫ് ദ ടൈം യു നീഡ് ടു സ്റ്റഡി. നിങ്ങൾ തീർച്ചയായിട്ടും 1 മണിക്കൂർ നിങ്ങൾ ടീച്ചേഴ്സ് മീറ്റിംഗ് കൂടുന്നുണ്ടെങ്കിൽ, എല്ലായിടത്തും ടീച്ചേഴ്സ് മീറ്റിംഗ് കൂടുന്നുണ്ട്, എന്നും അങ്ങ് കാര്യാലോചനയാണ്. എന്തോ ഇത്ര കാര്യം ആലോചിക്കുന്നു. പ്ലീസ് സ്റ്റഡി. നിങ്ങൾ ശരിക്കും അപ്ഡേറ്റഡ് ആണ്. എന്തൊരു ഇൻഫർമേഷൻസ് ആയി കുട്ടികൾക്ക്. അതുകൊണ്ട് ഞാനോട് വന്നപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ കുട്ടികളിൽ നിന്ന് പഠിച്ചു. വളരെ ചെറിയൊരു ഉദാഹരണം പറയാം. എന്നോട് കുട്ടികൾ ചോദിച്ച ഒരു ചോദ്യമാണ്, എന്തായിരുന്നു ഫുട്ബോളിൻ്റെ എന്തായിരുന്നു ജോബിനെ ആ ചോദ്യം? ഹൂ ഈസ് ദ ഗോട്ട്? ദൈവാധീനത്തിന് ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നമ്മുടെ ഞാൻ മസ്കറ്റിലായിരുന്നു. മസ്കറ്റിലെ അച്ഛൻ്റെ മകനും 5 വയസ്സുള്ള അവനെ എന്നെ പഠിപ്പിച്ചത്. അവൻ ഉത്തരം പറഞ്ഞ് ഞാൻ രക്ഷപ്പെട്ടു. അവിടെ അവൻ എന്നോട് പറഞ്ഞു, മെസ്സി ഈസ് ഫോർ ഗേൾസ് ആൻഡ് റൊണാൾഡോ ഈസ് ഫോർ ബോയ്സ്. ഞാൻ രക്ഷപ്പെട്ടു. അവൻ പറഞ്ഞത് തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്തേ. ഞാൻ രക്ഷപ്പെട്ടു. എനിക്ക് ആകെപ്പാടെ അറിയാവുന്ന ഈ 2 പേരെ ഉള്ളൂ. ഞാൻ പറഞ്ഞത് 5ാം ക്ലാസ്സുകാരൻ അപ്ഡേറ്റഡാ. നമ്മൾ അവിടെ കിടന്ന് ഈ ഡാൻസ് കളിക്കാൻ പോകുന്നു. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ പഠിക്കുക. ഓർക്കും എനിക്ക് വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കുക. പത്തനംതിട്ട വരുമ്പോൾ അരമനയിൽ വരിക. എപ്പോൾ കണ്ടാലും ഞാൻ ചിരിച്ചു കാണിക്കും. അന്നേരം പറയുക ഇന്നിടത്തെ ആളാണെന്ന് എന്നോട് പറയുക. താങ്ക് യു.